എബ്രാഹത്തിൻ്റെ ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. അവിടെയാണ് വിഷയം, കുഴപ്പമാണത്. എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോരണ്ട, അവനെ കുറച്ച് ഊർ ദേശത്ത് കുറച്ച് ജീവിതം, സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാകുകയും വിഗ്രഹാരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രാഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ദൈവവിളി ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ്, ഇതല്ല സത്യമായ ദൈവം. സത്യമായ ദൈവം മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് അവൻ ആ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒറ്റക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത്. ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത്. എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ എബ്രാഹാം പലപ്പോഴും പൗലോസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിന് മാർക്ക് കുറഞ്ഞു വരും. എബ്രാഹാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ മോഡലല്ലാതായി വരും. കാര്യം എബ്രാഹാം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? തിന്മയോട് സഹകരിച്ചെന്ന് പറയാൻ കാര്യം എന്താണ്? ലോത്ത് ഇളയപ്പൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ലോത്തിൻ്റെ വഴിയാണ്. ഇപ്പോൾ യേശാവിൻ്റെ വഴി, യാക്കോബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. അദ്ദേഹം പറഞ്ഞുള്ളൂ. റോമ 9:13. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ്, പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് എ ട്രാജഡി. വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരാൾ. ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ സഹകരിക്കാത്തവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അതായത് ടേക്ക് ദ റെഫറൻസ് മത്തായി 12:30. എന്നോട് ഏറ്റു പറഞ്ഞ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എന്താണ് എൻ്റെ സഹോദരനെ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന്. കൈയടിച്ച് കർത്താവിന് അഭിഷേക മുഹൂർത്തമാണ്. രോഗസൗഖ്യപ്പെടാനും ജീവിത തടസ്സങ്ങൾ മാറാനും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മക്കള് കരണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഇത് വലിയൊരു ദൈവികമായ രഹസ്യമാണ്. വി ക്യാൻ ഹാർവെസ്റ്റ് ഇൻ ദ ആബ്സൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കൊയ്ത് കൂട്ടാൻ പറ്റും. പക്ഷേ എന്താ പ്രോബ്ലം? അനുഭവിക്കാൻ യോഗ്യതയുണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ലോത്ത്. എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ നാത്തൂനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം, മാനുഷികമായ രീതിയിൽ സഹകരിക്കാം. പക്ഷേ ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ്റ്റ് യുവർ ഗ്രേസ്.
അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം. നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. കാനാൻ ദേശത്ത് താമസിച്ചപ്പോഴേ, എബ്രാഹാം കാനാൻ ദേശത്ത് താമസിച്ചപ്പോഴേ ലോത്ത് കൂടാരമടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത്. എന്താണ്? ലോത്ത് തൻ്റെ കൂടാരം സോദോം വരെ നീട്ടിയടിച്ചെന്ന്. സോദോമിലെ ആൾക്കാരെ സ്വവർഗഭോഗികളും ഗേ സെക്സ് ഉള്ളവരും പലതരത്തിലുള്ള മ്ലേച്ഛ ജീവിതമുള്ളവരുമാണ്. അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിന് കിട്ടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ്. നോക്കിക്കേ, എബ്രാഹത്തിൻ്റെ ഓഹരി കാനാൻ ദേശമാണ്. ജോർദാനും കാനാൻ ദേശത്തിനും ഇടക്കൂടി ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയപ്പോഴേ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇസ്രയേൽ ഇത്തിരി പൊങ്ങിയതാണ്, വെള്ളം അപ്പം അധികം കയറത്തില്ല. പക്ഷേ ആ സ്ഥലമാണ് എബ്രാഹാം തിരഞ്ഞെടുത്തത്. ലോത്ത് കുറച്ചുകൂടി ഫലപുഷ്ടമായ സ്ഥലം നോക്കിയെടുത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ എത്ര ഫലപുഷ്ടമായ ബുദ്ധി കൊണ്ട് ആയോജിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലപുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ്. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട്. കൈയിടിച്ച് കർത്താൻ ദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. ഉൽപ്പത്തി 13:9-10 തിരുവചനങ്ങൾ. ഉൽപ്പത്തി 13:9-10. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഒന്ന് പറഞ്ഞേ, ജോർദാൻ സമതലം മുഴുവൻ, ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് ലോത്ത് കണ്ടു. അപ്പോൾ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ. പക്ഷേ ഒരു ലോത്തും എബ്രാഹവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു. എബ്രാഹാം വിശ്വാസത്തിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വസ്തുത. ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇപ്പം ഗതി ഉണ്ടാകത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് നീ ചിന്തിച്ചാൽ അന്ന് മുതൽ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ്. അതായത് എന്താണ് വിശ്വാസം? അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു സത്യമുണ്ട്. ഇപ്പോൾ എബ്രാഹത്തിന് വിശ്വാസമുണ്ട്, ലോത്തിന് വിശ്വാസം ഇല്ല. വിശ്വാസമില്ലാത്തവൻ വസ്തുതകളാണെന്ന് നോക്കുന്നത്. വിശ്വാസമുള്ളവൻ തന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ മനസ്സോർക്കും. കൈയിടിച്ച് കിടത്താൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, മുളുക്കിടം ചൂടിയവനെ, പരിശുദ്ധപരമേ, ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യണം.
ഇപ്പോഴും ഇവിടെ ഓൺലൈനിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഈ ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാകുന്ന വലതുകര ഈ ഓരോ മക്കളുടെ ശിരസിനും വെക്കണം. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സാമ്പത്തികമായ ദുരിതങ്ങൾ, കുടുംബ തകർച്ചകൾ, ലഹരിയുടെ ആസക്തികൾ എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ.